ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവും മഹേഷും തങ്കരാജും കൂടി ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്ത് തീയൊക്കെ കൂട്ടിയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് കാട്ടിറച്ചി കിട്ടുമെന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അകത്താവുന്ന അയാൾ പറയുക, എന്നാൽ എൻ്റെ അച്ഛനെക്കുറിച്ച് പറ എന്ന് മഹേഷ് പറയുമ്പോൾ തുപ്പാക്കി മോഹൻ അയാളെ ആർക്കും പിടികിട്ടാത്ത ഒരു അപൂർവ സാധന, ആരോടും ഒരു സഹകരണവുമില്ല, ഒരു മുരട മട്ട് എന്ന എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്യും. ലൈസൻസ് തോക്കിൻ്റെ റിന്യൂവൽ എല്ലാം പക്കയാ. ഒരു പെണ്ണിനെയും കൊണ്ടാ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പിള്ളേരൊക്കെ വലുതായ ശേഷം അവരെന്തോ വീട്ടുപ്രശ്നത്തിന് തീ കൊളുത്തി മരിച്ചു. അന്ന് പെൺവീട്ടുകാർ കുറേ പ്രശ്നമുണ്ടാക്കിയെങ്കിലും അയാൾക്കെതിരെ ഒരു തെളിവുണ്ടായില്ല. പിന്നെ ഒരു തമിഴത്തിയെ കെട്ടി. ഇപ്പോൾ അവളാ കൂടെയുള്ളത്. പിള്ളേരൊക്കെ ചെന്നൈ നിന്ന് പഠിക്കുക. മോഹന് ഇവിടെ ഒരു കമ്പനിക്കാരുമില്ല. അതുകൊണ്ട് അയാളെക്കുറിച്ച് ഒരു വിവരവും ആർക്കും കിട്ടില്ല. പുള്ളി ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാറുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതറിയില്ല. എത്രയോ കൊല്ലമായെങ്കിലും ഇപ്പോഴും ഒരു അന്യനെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ആർക്കും പിടികിട്ടാത്ത ഒരിനം എന്ന് തങ്കരാജ് പറയുക. മഹേഷിൻ്റെ മൊബൈൽ അപ്പോൾ റിങ് ചെയ്യുക. രേണുവായിരുന്നു അത്. മഹേഷ് പേടിയോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ചപ്പുറത്തേക്ക് മാറി നടന്ന് ഫോണെടുത്ത് മുത്തേ ഹലോ എന്ന് പറയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വിളിക്കരുത് കേട്ടോ. വല്യമാമയും വീണയും വിളിച്ചിരുന്നല്ലോ, നീ അറിഞ്ഞില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വല്ലവരെയും വിളിച്ചാൽ ഞാനെങ്ങനെ അറിയാനാ? നിങ്ങളിപ്പോൾ എവിടെയാ? നിങ്ങളുടെ അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് രേണു ചോദിക്കുമ്പോൾ പുള്ളി നിലമ്പൂരിനൊന്നുമില്ല, ഞങ്ങളിപ്പോൾ ബോർഡറിലാണ്, അമ്പലമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത്, തമിഴ്നാട്. ഇത് കേട്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോയെന്ന് രേണു ചോദിക്കാം. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഉടായിപ്പ് വേല എൻ്റെ അടുത്ത് എടുക്കരുതെന്ന് രേണു പറയുമ്പോൾ രേണു ചെറുതായിട്ടൊന്ന് ഇവിടുത്തെ തണുപ്പിൽ പിടിച്ചു നിൽക്കണ്ടേ? നിങ്ങളിങ്ങനെ വെള്ളമടിച്ച് ചുറ്റിക്കറങ്ങി നടന്നോ? ബേക്കറിയിലെ സാധനം തരുന്ന ആളുകൾ കാശ് ചോദിച്ചെന്ന് പറഞ്ഞ് വേണുവേട്ടൻ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ. അവർ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. വേണുവേട്ടൻ എന്താ പറഞ്ഞതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് കുറേ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? കുറച്ചെന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങളെ ഉടനെയെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചെത്തോ എന്ന് രേണു ചോദിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന തങ്കരാജ് ആ വഴിയിൽ സൂക്ഷിച്ചു നിന്നേ പോത്തിറങ്ങുന്ന തമിഴിൽ വിളിച്ചു പറയുന്നുണ്ട്. പോത്തൊക്കെ എത്രയോ ഭേദെന്ന് മഹേഷ് പറയുമ്പോൾ രേണുവിനെ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞതാന്ന് മഹേഷ് അവളോട് പറയാ. അച്ഛൻ നിൽക്കുന്നതിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അച്ഛനെ നാളെ കാണാമെന്ന് കരുതുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങളെത്താൻ വൈകുമെങ്കിൽ ബേക്കറിയിൽ ഞാൻ പോവാം. നീ പോയാൽ കാര്യങ്ങൾ ശരിയാവില്ല. നിനക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അത് കൂടുതൽ പ്രശ്നമേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നാക്കാണ് എന്ന് മഹേഷ് പറയുമ്പോൾ നിങ്ങളുടെ നാക്ക് എന്തിലാന്ന് എനിക്കറിയാം. നിങ്ങളുടെ നാക്ക് കൊണ്ടാണല്ലോ ബിസിനസ്സിൽ ഇത്ര കടം വന്നത് എന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്ന് മഹേഷ് പറയുമ്പോൾ ഒരു നിർബന്ധവുമില്ല, വല്ലവളുമായൊക്കെ വിളിക്കാൻ കാണുമല്ലോ അല്ലേ എന്ന് രേണു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. പിന്നീട് വിഷ്ണുവിനെ വല്യച്ഛൻ വിളിക്കുന്നതാ കാണിക്കുന്നത്. പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ ഉള്ളൂ. സ്റ്റേഷനിൽ തിരക്കിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അമ്പലമുള്ള സ്റ്റേഷനിലെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. തിരക്കിയിട്ട് പുള്ളി ക്രൈം റെക്കോർഡുള്ള ആളൊന്നുമല്ല. എന്നാലും അവൻ്റെ അടുത്ത് പോകുമ്പോൾ എല്ലാ കരുതലും വേണം എന്ന് വല്യമാമ പറയുമ്പോൾ ആൾക്ക് കൃത്യമായി റിന്യൂ ചെയ്യുന്ന തോക്കുണ്ടെന്ന് വിഷ്ണു പറയാ. അവൻ്റെ ഫാമിലി ഒപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് കല്യാണം കഴിച്ച സ്ത്രീ തീകൊളുത്തി മരിച്ചു. മക്കളൊക്കെ ചെന്നൈയിലാ. ഇപ്പോൾ ഏതോ തമിഴത്തിയുടെ കൂടെയാ താമസം. അവൻ കണ്ണി കണ്ട പെണ്ണുങ്ങളെയൊക്കെ കെട്ടും, വൃത്തികെട്ടവൻ എന്ന് വല്യമാമ പറയാ. പുള്ളി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പായി. രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിഷ്ണു പറയുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അവൻ ചതിയനാ. മഹേഷിനോടും പറഞ്ഞേക്കെന്നും പറഞ്ഞ് കോൾ വയ്ക്കുക. അത് കഴിഞ്ഞ് വിഷ്ണു മഹേഷിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സാറിൻ്റെ അളിയൻ സൈഡായെന്ന് തങ്കരാജ് പറയാം. മഹേഷ് അവിടെ കസേരയിൽ വീണ കിടപ്പുണ്ട്. അപ്പോൾ മഹേഷിനെറ്റ് ഞാൻ സൈഡായിട്ടില്ല, ഞാൻ നാളത്തെ കാര്യങ്ങൾ കൂലങ്കഷമായി ആലോചിക്കാമെന്ന് പറയാം. സാറ് ഞാൻ അടിക്കണ കണ്ട് എന്നും അടിക്കുമെന്ന് വിചാരിച്ചോ? നാട്ടിലാണെ കെട്ടിയോളം മണത്ത് കണ്ടുപിടിക്കും. അളിയൻ എന്നും വീട്ടിൽ വരാത്തതുകൊണ്ട് അളിയൻ ഇതെന്നും നടക്കും. ഈ കാര്യത്തിൽ ഞാൻ ശരിക്കും പട്ടിണിയാ. ഇപ്പോൾ ഒരു പേക്ക് അടിച്ചപ്പോൾ തന്നെ അവൾക്കത് മനസ്സിലായി. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് മഹേഷ് പറയാം. മതി അളിയാ, കിടക്കാൻ നോക്ക്, രാവിലെ ഇറങ്ങാനുള്ളതല്ലേ. എത്ര അടിച്ചാലും മഹേഷ് സെറ്റാന്ന് പറഞ്ഞ് മഹേഷ് കസേരയിൽ വീഴുക. രാവിലെ മഹേഷ് തണുത്ത് വിറച്ച് പുതച്ചു മൂടി സ്റ്റേഷനിൽ വന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കണ തങ്കരാജിനോട് കട്ടൻ ചായ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ 2 കട്ടൻ കൊണ്ടു കൊടുക്കുക. ഭയങ്കര തണുപ്പാ. അളിയൻ റെഡിയാവുക. രാവിലെ തന്നെ ഇറങ്ങണം. സാറിൻ്റെ നമ്പർ തരണമെന്ന് പറയാ. നിങ്ങൾ ഇറങ്ങുമ്പോൾ വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടം വിട്ട് പോയാൽ മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല. വേറെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും കടയിൽ ചോദിക്കണം കേട്ടോ. തുപ്പാക്കി മോഹൻ ആരോടും മിണ്ടിയില്ലെങ്കിലും എല്ലാവർക്കും അയാളെ അറിയാം. ശരിയെന്ന് പറഞ്ഞ് മഹേഷ് പോവുക. പിന്നീട് വീണ മുറ്റത്ത് മാവിൻ്റെ ചുവട്ടിൽ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മദനൻ സാറ് സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് കൂടെ പ്രീത മെമ്പറുടെ ഭർത്താവ് വിനോദും ഉണ്ട്.
വീണ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സരസ്വതി ടീച്ചറെ കാണാഞ്ഞ് കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഒരേ ബഹളം. മേരിക്കുട്ടി ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ കുഞ്ഞു മക്കൾക്ക് അതൊന്നും വിശ്വാസമാവുന്നില്ല. ഇത് കേൾക്കുമ്പോൾ വീണ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആരും വിഷമിക്കേണ്ട, ടീച്ചർ ഉടനെ വരും. എല്ലാവരും ക്ലാസ്സിൽ നല്ല കുട്ടികളായിരിക്കണം. നിങ്ങൾ സ്കൂളിൽ വരാതിരുന്ന അതിൻ്റെ നാണക്കേട് ടീച്ചറമ്മയ്ക്കല്ലേ എന്ന് വീണ പറയുമ്പോൾ വിനോദ്, വിദ്യയ്ക്ക് ടീച്ചറെ ജീവനാ, കാണാനില്ലെന്ന് അറിഞ്ഞ മുതൽ ഒരേ കരച്ചിലാ, ഉറക്കത്തിലൊക്കെ ഞെട്ടി ഉണരും, ഇന്നലെ രാത്രി മുതൽ ചെറിയ പനിയും എന്ന് പറയുമ്പോൾ വീണ അവളെ അടുത്ത് വിളിച്ചിരുത്തി ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അന്ന് വിനോദ് അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതും വിനോദിനെയും പ്രീത മെമ്പറേയും ടീച്ചറമ്മ ഒന്നിപ്പിച്ചതുമൊക്കെ അവൾ ആലോചിക്കുക. എന്നിട്ട് എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് തങ്കരാജനോട് യാത്ര പറഞ്ഞ് മഹേഷും വിഷ്ണുവും കാറിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേസമയം ടീച്ചറുടെ വീട്ടിലേക്ക് മദനൻ സാറും കമലാക്ഷി ടീച്ചറും വരുന്നുണ്ട്. വല്യമാമ അവരെ സ്വീകരിച്ചിരുത്തുക. ടീച്ചറുടെ ഭർത്താവിനെ കണ്ടെത്തിയെന്നൊക്കെ കമലാക്ഷി ടീച്ചർ ചോദിക്കുന്നുണ്ട്. നിലമ്പൂരിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാ, ഇപ്പോൾ അവിടെ ഇല്ല, ഗൂഡല്ലൂരിനടുത്താന്ന് വിവരം കിട്ടി. മോനും മരുമോനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് വീണ അങ്ങോട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് കമലാക്ഷി ടീച്ചർ പറയുന്നുണ്ട്, പഴയ ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറിൽ പ്രേമം പൊടി തട്ടിയെടുത്ത് ഒളിച്ചോടും. അക്കൂട്ടത്തിൽ പെട്ടതാ സരസ്വതി ടീച്ചറുടെ കാര്യവും. ഇനി ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാവോ? എൻ്റെ അമ്മാവൻ്റെ മോൻ പണ്ട് ബോംബെക്ക് പോയതാ, കുറേ തിരഞ്ഞെങ്കിലും കിട്ടിയില്ല, അവസാനം ബോഡി കിട്ടി. ഇതൊക്കെ കേട്ട് വീണയ്ക്ക് ആകെ വിഷമമായി. അവൾക്കറിയാം വല്യമാമ അവളെ ആശ്വസിപ്പിക്കുക. ഇത് കണ്ട് കണ്ണേറ്റിങ്കര സ്കൂളിലെ കുട്ടികളുടെ ഭാവിയാ ഞാൻ ആലോചിക്കുന്നതെന്ന് വല്യമാമ പറയാം. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് കരഞ്ഞുകൊണ്ട് വീണ ചോദിക്കുക. കരയാതിരിക്കുക, ഓരോന്ന് കേട്ട് കരയാൻ നിന്ന് അതിന് നേരം ഉണ്ടാവുമെന്ന് വല്യമാമ പറയുമ്പോൾ കമലാക്ഷി ടീച്ചറും മദനൻ സാറും യാത്ര പറഞ്ഞു പോവുക. അവർ യാത്ര പറഞ്ഞിറങ്ങി മുറ്റത്തെത്തുമ്പോൾ ജോണും സന്തോഷും കൂടി ജോണിൻ്റെ കാറിൽ അങ്ങോട്ടെത്താം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീണയുടെയും വല്യമ്മാമയുടെ അടുത്തെത്തുന്ന ജോണിനോടും സന്തോഷിനോടും മോഹനെ കണ്ടെത്താൻ നിലമ്പൂരിലേക്ക് പോയ വിഷ്ണുവും മഹേഷും മോഹനെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോയ ആ രണ്ടെണ്ണമില്ല, ഒരു വകതിരിവുമില്ലാതെ എൻ്റെ കൊച്ചിനെ കരയിച്ചു എന്ന് വല്യമ്മാമ പറയാ. ജോൺ അപ്പോൾ അവർ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജോൺ പറയുന്നുണ്ട്, സന്തോഷിനെ ടീച്ചർ മിസ്സാവണൻ്റെ രാത്രി വിളിച്ചിരുന്നു ജോലി കിട്ടിയ കാര്യം പറയാൻ. കാര്യം അറിഞ്ഞപ്പോൾ സന്തോഷിന് വിഷമമായി, അതാ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് ജോൺ പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷ് പറയുന്നുണ്ട്, ഞാനന്ന് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, സന്തോഷെ നാട്ടിലെത്തിയിട്ട് കാണാമെന്ന്. ടീച്ചർ വരും, എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോൾ വീണയ്ക്ക് ആശ്വാസമാകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.